ഹലോ ഗൈസ്, അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ വിന്നർ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞാൻ അതെല്ലാം കണ്ട് ലേറ്റായിപ്പോയി കേട്ടോ, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം ചെയ്ത് ഓഫീസിലേക്ക് പോകേണ്ട ഡ്രസ്സെല്ലാം ചെയ്ത് നേരെ വീഡിയോ എടുക്കാൻ വന്നതാണ്. ബിഗ് ബോസ് സീസൺ 7ൻ്റെ വിന്നർ അനുമോളാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ്. പക്ഷെ എന്നാലും അനീഷ് ജയിക്കുമോ ജയിക്കില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് അനുമോൾ തന്നെ അവസാനം കപ്പ് തൂക്കി. ഒരുപാട് കോൺട്രവേഴ്സി നടന്ന ഒരു സീസണും കൂടിയാണല്ലേ, അതായത് ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തൊരു സീസണും കൂടിയായിരുന്നു ബിഗ് ബോസ് സീസൺ 7. എന്തായാലും അനുമോളിന് കൺഗ്രാറ്റുലേഷൻസ്. ഇനി PR ഒരുപാട് ടോക്സിക് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കപ്പ് അനുമോളുടെ കയ്യിലെത്തി. ഇനി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു വക കാര്യമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് കപ്പ് ആൻഡ് 50 lakhs. അത് രണ്ടും അനുമോളുടെ കയ്യിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഡിസേർവിങ് ആണോ ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയാം നോ, ഡിസേർവിങ് അല്ല. അനീഷായിരുന്നു അവിടെ ഡിസേർവിങ് ആയിട്ടുള്ള. കാരണം ഗെയിമിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും ഒരു ബിഹേവിയറിൻ്റെ കാര്യത്തിലായാൽ പോലും എനിക്ക് അനീഷിനായിരുന്നു ഡിസേർവിങ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി സ്പീക്കിംഗ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ എന്താ പറയുക, ഇത് ആദ്യമായിട്ടുള്ളൊരു സീസൺ ആയിരിക്കും. എല്ലാ പ്രേക്ഷകരും ഒരേപോലെ പറഞ്ഞ ഇങ്ങനൊരു സീസൺ ഇനി ഉണ്ടാവല്ലേ എന്നുള്ളത്. കാരണം അത്രത്തോളം ഒരുപാട് മോശം ടോപ്പിക്സിനെ കുറിച്ചിട്ട് ലാലേട്ടൻ എല്ലാ വീക്കെൻഡ്സിലും വന്നിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് സീസണെങ്കിലും നല്ലതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എനിക്ക് ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട്. അതായത് ഇപ്പം ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞല്ലോ. ഇനി അടുത്തേക്ക് വരാൻ പോകുന്നത് നെക്സ്റ്റ് ബിഗ് ബോസ് ആണ്. അത് ബിഗ് ബോസ് നടക്കാൻ പോകുന്നത് പുറത്താണ്, അത് ജനങ്ങളുടെ ഇടയിലാണ് നടക്കാൻ പോകുന്നത്. അത് ഭയങ്കര രസമായിരിക്കും ഇനി കുറച്ച് മാസങ്ങളിലേക്കൊക്കെ കാണാൻ. ഞാൻ വിചാരിക്കുന്നു ഒരുപാട് കോൺട്രവേഴ്സീസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ടെന്ന്. ആൻഡ് ഓൾസോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അനുമോള് ഇനി ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസറബിൾ ആണ്. അത് എങ്ങനെയാണ് അത് ആൻസർ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി അബൌട്ട് ആര്യൻ ആൻഡ് ജിസേൽ. ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, ആര്യനും ജിസേലും ആ പുതപ്പിനടിയിൽ ഉമ്മ വയ്ക്കുന്നത് കണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഇനി എന്ത് പറയും എന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഉറപ്പിച്ച് നിന്നെങ്കിലും ഇനി പുറത്തിറങ്ങി ഇനി അങ്ങോട്ടേക്ക് ആര്യനും ജിസേലിനെയും കാണേണ്ടതാണ്. എന്താണ് അനുമോൾ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. കാരണം അനുമോൾ ഫാൻസ് കുറേ പേര് ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പുതപ്പിനടിയിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ. എനിവേസ് നമുക്ക് നോക്കാം ഇനി എന്താണ് അനുമോൾ പറയാൻ പോകുന്നതെന്ന്. ഇനി എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, അനീഷിൻ്റെ അടുത്താണ്. അതായത് അനീഷ്, നിങ്ങൾക്ക് ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ഫാൻ ബേസ് ഉണ്ട്. അത് നിങ്ങൾ ഒട്ടും കുറവല്ല. ഐ മീൻ സെക്കൻഡ് പൊസിഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അക്ബറിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും നെവിൻ്റെ അടുത്തും നിങ്ങൾക്കൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് ആണ്. അനുമോൾ ജെനുവിൻ ഫാൻസ് ഉണ്ടെങ്കിൽ പോലും പക്ഷെ നിങ്ങൾക്ക് ഒരു പരിധി വരെ PR സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയും എഗെയിൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കയ്യിൽ കപ്പുണ്ട്, 50 lakhs ഉണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ് അനുമോൾ ആൻഡ് ഓൾ ദി ഫൈനലിസ്റ്റ്. 5 പേർക്കും കൺഗ്രാറ്റുലേഷൻസ് തരാണ്. ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ ടോപ്പ് 3 വരെ ശരിയായിട്ടുണ്ട്. 4th വൺ ഞാൻ പറഞ്ഞത് അക്ബർ ആയിരുന്നു, 5th വൺ നെവിൻ ആകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഐ എം ഹാപ്പി ഓൺ ദാറ്റ് ഓൾസോ. അതായത് നെവിൻ 4th പൊസിഷൻ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.